ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ ചാന്ദിനിയുടെ കാര്യവും പറഞ്ഞ് ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് ചേട്ടനും അനിയനും കൂടി ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗംഗാധരൻ വല്യച്ഛൻ അവരെ കണ്ടു. അവരെ കണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ സുധീഷ്, എന്നാലേ ഞാനൊരു പണിയൊപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ഫലിച്ചു കഴിഞ്ഞാൽ തറവാട്ടമ്പലം എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഗംഗാധരൻ അതുവഴി ഇവരെ കണ്ടതോടുകൂടി വണ്ടി തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വരട്ടു. എന്നതാടാന്ന് ചോദിച്ചു സുഭാഷ്. ഞാൻ പറയാം, സമയം വരട്ടെ. അപ്പോൾ എടേ എനിക്ക് ഇനി എപ്പോൾ സമയം വന്നിട്ട് പോകാനാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് എടാ സുഭാഷേ എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ സമയം ഒന്നല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിൽക്കുക. അതെ, തറവാട്ടമ്പലം എവിടെയാണെന്ന് നീ ചോദിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. ആ അതെ, ദൈവത്തിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അത് പാറായിപ്പാറ ദേവീക്ഷേത്രമാണെന്ന് പറഞ്ഞപ്പം വളരെ സന്തോഷം വലിയച്ചാന്ന് സുഭാഷ് പറഞ്ഞു. അപ്പോൾ സുനന്ദയുടെ കല്യാണം നടക്കാൻ നീ ഒരു സഹായം ചെയ്തു, അതിനുള്ള പ്രത്യുപകാരമായിട്ടാണിത് കേട്ടോ. അത്രയും കരുതിയാൽ മതി എന്ന് ഗംഗാധരൻ പറയുന്നു. സുധീഷിന് ചിരി വരുന്നു. നീ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞു തന്നത്, അതുകൊണ്ട് നീ മാത്രം പോയാൽ മതി കേട്ടോ എന്ന് ഇയാൾ പറയണു. എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നോക്കുക. പിന്നെ എല്ലാ അലവലാദികളെയും കൊണ്ട് പോകാൻ നിൽക്കരുത് കേട്ടോ, മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പം ശരിയെന്ന് പറഞ്ഞു. തറവാട്ടമ്പലം എവിടെയാണെന്ന് പറഞ്ഞു തന്നതുകൊണ്ട് ദേ തറവാടിൻ്റെ ഭാഗമായി എന്ന് നീ വിചാരിക്കണ്ട, അതൊരിക്കലും സംഭവിക്കാനും പോകുന്നില്ല, മനസ്സിലായല്ലോ. ഓഹോ മനസ്സിലായി എന്ന് സുധീഷ്. അപ്പം ശരിയെന്നാ പൊക്കോ എന്നും പറഞ്ഞ് സുധീഷ് പറഞ്ഞു. മിണ്ടാരിയടാന്ന് പറഞ്ഞ സുഭാഷ് സുധീഷിനോട്. സുധീഷ് ഇറക്കിയ ഒരു ഇതിലാണ് നമ്മുടെ ഗംഗാധര മേനോൻ വീണത്. എന്തായാലും അദ്ദേഹം അങ്ങോട്ട് പോയി. ആ സമയം അയാൾ എന്തിനാ നമ്മളെ തറവാട്ടിൽ ചേർക്കുന്നത്, നമുക്ക് അയാളെ ചേർക്കാതിരുന്നാൽ പോരെ. അതെന്തെങ്കിലും നീ വാ, സ്ഥലം അറിഞ്ഞല്ലോ, സമാധാനമായി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവുക. അല്ല എന്നാലും വല്യച്ഛൻ എന്തായിരിക്കും ഇപ്പോൾ ഒന്ന് പറയാൻ, അതിനൊരു കാരണമുണ്ട് മോനെ സുഭാഷേ എന്ന് സുധീഷ്. അപ്പം എന്ത് കാരണമാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സുധീഷ് നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ വേഷം കെട്ടി നിന്റെ വീട്ടിലേക്ക് വേഷം കെട്ടി ഇറങ്ങിയപ്പോഴാണ് 4 ദുട്ട് കയ്യിൽ തടഞ്ഞതെന്നൊക്കെ പറഞ്ഞ് സുധീഷിനോട് പറയാം. അപ്പോൾ ആ ഒരു ആളോട് ഞാൻ കൂറ് കാണിക്കാതിരിക്കുമോ, ആ വേഷത്തോട് ഞാൻ കൂറ് കാണിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ടല്ലേ, അപ്പം അങ്ങനെയൊന്നും ഇല്ല, കഷ്ടിച്ച് ജീവിച്ച് പോകുന്നു എന്നാ ചേട്ടൻ. എന്നാലേ ദേ ചേട്ടൻ ചെന്ന് സംസാരിക്കേണ്ടതേ ആ കാണുന്ന ആളിനോടാണെന്നും ആ ചായക്കടയിൽ ഇരിക്കുന്ന ആളിനോട് പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ സുധീഷ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാളെ തിരിച്ചു പറഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ഓവറായിപ്പോയി. താനിതെല്ലാം കൂടെ കൊളാക്കോളൂ എന്ന് സുധീഷ് ചോദിച്ചു. ഇല്ലില്ല പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദേ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പൈസ തരാമെന്ന് പറഞ്ഞു. പൈസ പോയിട്ട് വന്നാൽ തരാമെന്നോ, ആദ്യം പൈസ തരുന്നല്ലേ അതിൻ്റെ ഒരു മര്യാദ, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ഈ സ്വാമിയായിട്ട് വേഷം കെട്ടി വന്ന ആൾ സുധീഷിനോട് ചോദിക്കാം. അപ്പോൾ സുധീഷ് അത് പിന്നെ അധികം കാര്യം കഴിഞ്ഞിട്ട് കണ്ടാൽ പോരേന്ന് ചോദിച്ചപ്പം അതെ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും തന്നാലേ പറയാനൊരു ഗുമ്മുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് കുറച്ച് പൈസ എടുത്ത് അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. കുറച്ച് ചന്ദനവും എടുത്ത് പൂശി ആ പൈസയൊക്കെ എടുത്ത് 2 കണ്ണിലും വെച്ച് കുറേ മന്ത്രമൊക്കെ ജപിച്ച് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതെ ഒരു തട്ട് താഴെ നിന്നാൽ മതി, ഒത്തിരി പൊങ്ങണ്ടാന്ന്. ആ ശരി ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോണു. ഈ സമയത്ത് ഗംഗാധരൻ അവിടെ നിന്ന് ചായ കുടിക്കുക. അപ്പോഴാണ് ഈ സ്വാമി വേഷം കെട്ടി അയാൾ ഗംഗാധരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും സുധീഷ് അവിടെ നിന്നിങ്ങനെ ഇതൊക്കെ കാണുന്നതും. അയാൾ ഇന്ന് വിറയാൻ തുടങ്ങി നമ്മുടെ ഗംഗാധരൻ്റെ മുന്നിൽ നിന്ന്. അപ്പം നിന്നോട് വന്ന് കുടുംബ അമ്പലം ചോദിച്ചവർക്ക് നീ പറഞ്ഞു കൊടുത്തില്ല, നിന്നെപ്പോലെ തന്നെ അവരും എൻ്റെ പൈതങ്ങളാണെന്ന് നീ മറന്നു പോയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗംഗാധരൻ ഇങ്ങനെ നോക്കുവാട്ടോ. അപ്പോൾ സുധീഷിന് സന്തോഷം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം. എടാ കൂശ്മാണ്ട വിഡ്ഢി എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരനെ വിളിക്കുന്നു. നിങ്ങളെ മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന് ദൈവത്തിന് എന്താടാ കാര്യം എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നു. ഭയങ്കര അഭിനയാട്ടോ. അയ്യോ സുധീഷിന് ഭയങ്കര സന്തോഷമായി. നീ അവരുടെ സ്വന്തം കുടുംബ കോവിലിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ നോക്കുന്നത് ശരിയാണോ, ആണോടാന്നൊക്കെ ചോദിച്ചു സംസാരിക്കുന്നു. അപ്പോൾ എടാ ഭയങ്കരാന്ന് പറഞ്ഞ സുധീഷ് നിൽക്കുന്നു. അല്ല അത് പിന്നെ സ്വാമി ഏത് സ്വാമിയാടാ എന്നും ചോദിച്ചുകൊണ്ട് വന്ന ചേട്ടൻ ഗംഗാധരനോട് ഈ സ്വാമി തന്നെയാണ്, എന്നാൽ ഉത്തരം പറയടാ എന്നും പറഞ്ഞായി വന്ന ചേട്ടൻ. അപ്പം ശരിയല്ല എന്ന് ഗംഗാധരൻ. ദൈവത്തെ മറച്ചു വയ്ക്കാൻ ആർക്കാടാ തിരുമണ്ട അവകാശമുള്ളതെന്ന് ചോദിച്ചു. ആർക്കും ഇല്ല സ്വാമി. അപ്പം അങ്ങനെ തന്നെ ഫ്രോഡ് സ്വാമി കലക്കുന്നുണ്ട് എന്ന് നമ്മുടെ സുധീഷ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. നിന്നെയൊക്കെ നിന്റെ തട്ടും പുറത്തപ്പൻ വെറുതെ വിടുന്നു എന്ന് വിചാരിച്ചോടാ. തട്ടും പുറത്തപ്പനോ അതാരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. എന്നെ കാണണമെന്ന് വിചാരിക്കുന്നവരെ നീ തടക്കാൻ നോക്കണ്ട, മനസ്സിലായോടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഉവ്വ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ ഇങ്ങനെ നിൽക്കുന്നു. വ്യക്തമായ സ്ഥലവും വഴിയും നീ തന്നെ പറഞ്ഞു കൊടുത്തേക്കണം, കേട്ടല്ലോ എന്നും പറയുമ്പോൾ പറഞ്ഞു കൊടുത്തേക്കാം സ്വാമി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറേ പറഞ്ഞ് ഗംഗാധരനെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പോഴത്തേക്ക് ആ ചായക്കടക്കാരൻ
അയാളിങ്ങനെ നിൽക്കുന്നു. ആ ചായക്കടക്കാരൻ ഇങ്ങനെ സ്വാമിയെ തന്നെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും വേണമെങ്കിൽ തൊഴാം എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട എന്നും പറഞ്ഞാൽ ചേട്ടൻ ആ സ്വാമിയോട് പറയാം. ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ആ സ്വാമി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആ സ്വാമി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ ഇങ്ങനെ നിൽക്കുന്നു. ഗംഗാധര സ്വാമി പോയി, കണ്ണു തുറന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ കടക്കാരൻ ഗംഗാധരനോട് പറയുന്നു. ഗംഗാധരൻ കൈയും കൂപ്പിപ്പിടിച്ച് ഇങ്ങനെ ആ നിപ്പ് തന്നെ അവിടെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു വഴി തുറന്നു കിട്ടി. എന്നാലും സ്വാമി അതെങ്ങനെ അറിഞ്ഞു? ദൈവത്തിൻ്റെ കളികളല്ലേ ഗംഗാധര, ആർക്കതൊക്കെ പറയാൻ പറ്റും എന്ന് ചായക്കടക്കാരൻ പറഞ്ഞപ്പം ശരിയാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് ചെന്നു. സുധീഷിൻ്റെ കയ്യിൽ നിന്ന് ബാക്കി പൈസയും മേടിച്ച് അദ്ദേഹം അവിടെ നിന്ന് പോവുക. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയ കാര്യമൊക്കെ നമ്മുടെ സുധീഷ് ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ എടാ എന്താടാ നീ ആലോചിച്ച് കൂട്ടുന്നതെന്ന് സുഭാഷ് ചോദിച്ചു. ഒന്നുമില്ല, എന്നാലും നമ്മുടെ ഭഗവാന്റെ തട്ടുംപുറത്തപ്പൻ്റെ അനുഗ്രഹത്തെപ്പറ്റി ആലോചിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയാം. നമ്മൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ളത് ഭഗവാന്റെ നിശ്ചയമായിരിക്കേ. ഇപ്പം നിനക്കൊന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി, വാ പോവാം വരാ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് സുഭാഷിനെയും കൂട്ടി പോവാം. അങ്ങനെ അവർ രണ്ടുപേരും പോയി. അതിനുശേഷം പിന്നെ വീട്ടിൽ ചെന്ന് എല്ലാവരോടുമായിട്ട് ഗംഗാധരൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി സുഭാഷ് പറയുവാണ്. നാളെ തന്നെ തറവാട്ടമ്പലത്തിലേക്ക് നമുക്ക് പോകാം, മോൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. ചാന്ദിനി ഉള്ളത് കൊണ്ട് ഓൾറെഡി 2 ദിവസം ലീവ് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് നീതി പറയുകയും ചെയ്തു. എന്നാൽ പിന്നെ വർക്ക്ഷോപ്പിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അവിടെ ചന്തുവും അവനും ഉണ്ടല്ലോ, അപ്പം പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. സുധീഷേട്ടന് പിന്നെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ എന്ന് നമ്മുടെ നികേഷ്. ചെറുക്കാൻ വേണ്ട കളിക്കല്ലേ, എൻ്റെ ലൈസൻസ് ഞാനങ്ങ് തിരിച്ചൊക്കെ മേടിച്ചു, നാളെ മുതൽ വണ്ടി ഓടിക്കാം എന്ന് നമ്മുടെ സുധീഷ് പറയാം. പിന്നെ വരണോ വേണ്ടിയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ നമ്മുടെ സുധീഷ് പറഞ്ഞപ്പോഴത്തേക്കും സുഭാഷ് അതെന്താടാ സുധീഷ് നീ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അല്ല എല്ലാവരും കൂടെ ചേർന്ന് നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ വരാട്ടോ എന്ന് നമ്മുടെ സുധീഷ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് ഇവർ അന്നേരം പറഞ്ഞു. എന്നാലും നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്പലം എവിടെയാണെന്ന് പറയാൻ കുട്ടാക്കത്ത ആളിനെ എങ്ങനെ മനസ്സ് മാറിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ ഉണ്ട് മക്കളെ നമ്മുടെ സുധീഷ്. ഞാൻ പറഞ്ഞ എല്ലാവരും അന്നേരം സുധീഷിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്തുണ്ടെന്ന് സുധീഷേട്ടൻ മേലൂടായപ്പം കാണിച്ചോ? അപ്പം ഞാനല്ല, സാക്ഷാൽ ആണ്ടവൻ, എല്ലാ വേഷങ്ങളും കെട്ടാൻ കഴിവുള്ള സാക്ഷാൽ പരമേശ്വരൻ. എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നേരെ ഇരിക്കാം. അത് ശരിയാടാ, വല്യച്ഛന് നമ്മളോട് പതിവില്ലാത്തൊരടുപ്പം തോന്നാനുള്ള കാരണം അത് ഈശ്വരൻ തന്നെയാണെന്ന കാര്യം സുഭാഷ് അന്നേരം പറഞ്ഞു. കുറച്ചു നാളായിട്ട് നമ്മുടെ വല്യച്ഛന് സുഭാഷേട്ടനോടൊക്കെ ഇഷ്ടം കൂടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല നമ്മുടെ നികേഷ് അന്നേരം പറയുമ്പോൾ എടാ അതൊന്നും സുനിതയെ കല്യാണം കഴിക്കാൻ നിൽക്കാതെ വിട്ടുകൊടുത്തില്ലേടാ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഹരീഷ. എന്നും പറഞ്ഞു ഇവർ നിൽക്കുന്നു. എടാ നീ എന്തിനാണ് അതൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് സുധീഷ് ചോദിച്ചു. അതിനിപ്പോൾ എന്താ സംഭവിച്ച കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞു. അതിന് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് കുത്തിപ്പൊക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇത് കേട്ടാൽ തോന്നും ഇയാളൊന്നും പറയത്തില്ല എന്ന്. മതി, ഇനി അതും പറഞ്ഞ് നിങ്ങൾ ചുമ്മാ തർക്കിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്താ ഹന്തിയായി തുടങ്ങി ആ വഴക്ക്. എന്തോന്നാടാ ഇതെന്ന് അച്ഛൻ. അപ്പോൾ വഴക്കൊന്നുമില്ല, ഞങ്ങളിങ്ങനെ സംസാരിക്കായിരുന്നു. സംസാരിക്കുക എന്ന് പറഞ്ഞ അച്ഛൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. അല്ല നിങ്ങൾക്ക് പരസ്പരം വഴക്കിടാൻ ഒരു കാരണവും വേണമെന്നില്ലേ എന്നിങ്ങനെ ഹരീഷിനോടും സുധീഷിനോടും നിധി ചോദിക്കുമ്പോൾ എന്ന് ചിരിച്ച്. ഒരു കാരണവും വേണ്ട ഏട്ടത്തി, ഒരു കാരണവും വേണ്ട. ഈ ചെറുപ്പത്തിലേ ഇവരിങ്ങനെ തന്നെയാണ്. നമുക്ക് ബോറടിക്കുമ്പോൾ തന്നെ വല്ല TV കാണലോ അല്ലെങ്കിൽ റീൽ കാണുകയൊക്കെ അല്ലേ ചെയ്യാറ്. ഇവരങ്ങനെയല്ല, പരസ്പരം അടി ഉണ്ടാക്കിയാണ് ഇവരുടെ ബോറിങ് ഇവർ മാറ്റിക്കൊണ്ടിരുന്നതെന്ന് നികേഷ് പറയണം. പറഞ്ഞുകൊണ്ട് ഇവരെന്തായാലും ചിരിച്ചുകൊണ്ട് നിൽക്കാം. തറവാട്ടമ്പലത്തിൽ പോകുമ്പോൾ അത് മാറാനുള്ള വഴിപാടുണ്ടോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു നിധി. അങ്ങനെ ഇവർ തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യത്തെ പറ്റിയായി. അച്ഛൻ അന്നേരത്തേക്കും കഴിക്കാനുള്ള ഫുഡും എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അച്ഛൻ ഇവരുടെ എല്ലാവരുടെ അടുത്തിരുന്ന് കഴിക്കാം. തറവാട്ടമ്പലം എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പം സ്ഥലം പറഞ്ഞപ്പോൾ അതെനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന്. അപ്പം അച്ഛന് ശരിക്കും അറിയായിരുന്നോ? എന്ത് പൊട്ടത്തറോടാ ഈ ചോദിക്കുന്നേ? അറിയില്ലെങ്കിൽ ഞാൻ പറയോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരാം. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിയില്ലെന്നല്ലേ പറഞ്ഞത് നിധി. അപ്പം പറയാൻ തോന്നിയില്ല, ഇപ്പം എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും ഇയാളോ ഞാനെന്ന് പറഞ്ഞു സുധീഷ് അങ്ങ് ചെന്നപ്പം വേണ്ടടാന്നും പറഞ്ഞു സുഭാഷ്. എന്നാൽ പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് പറയാതിരുന്നത് എന്താ? അപ്പോൾ ഓർമ്മ വന്നില്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ നിധിയോട് പറയാം. അപ്പം ഇപ്പം എങ്ങനെ ഓർമ്മ വന്നതെന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ ഒന്ന് പോടാ വെക്കാമെന്ന് പറഞ്ഞിരിക്കുക. ജാതകം ചോദിച്ചപ്പോൾ ഇതുപോലെ ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പുതിയത് എഴുതിച്ചപ്പോൾ അപ്പോൾ ഓർമ്മ വന്നു. ഇത് അതുപോലെ ഞങ്ങൾ തേടി പിടിച്ചപ്പോൾ ഓർമ്മ വന്നല്ലേ. അപ്പം നമ്മുടെ തറവാട്ടിലെ ഭഗവതി രാത്രി ഉറക്കത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഭാസ്കര നീ എൻ്റെ അമ്പലത്തിലേക്കുള്ള വഴി മറന്നോ എൻ്റെ കുട്ടാ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എന്നിട്ട് സ്വപ്നത്തിൽ ഭൂമി മാപ്പിൽ കാണിച്ചു തന്ന പോലെ വഴിയും കാണിച്ചു തന്നു. ഇപ്പം എനിക്ക് ഓർമ്മ വന്നു. സോ സിമ്പിൾ എന്നും പറഞ്ഞ അച്ഛൻ ഇരിക്കുമ്പോൾ സുഭാഷേട്ടാ നാളെ പോകുമ്പോഴേ
ഇങ്ങനെ കൂടെ കൊണ്ടുപോണ്ട കേട്ടോ. അപ്പം നീ പോടാ എന്ന് പറഞ്ഞ അച്ഛൻ ഇരിക്കുക അവിടെ. കുടുംബം മുഴുവനായിട്ട് പോകണമെന്നല്ലേടാ പറഞ്ഞത്. അതിന് ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ആളായി പെരുമാറിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ മാത്രം പോയാൽ മതി എന്ന് നികേഷ്. ഡേടാ അത് പറയാം, നീ ആരാണെന്ന് ചോദിച്ചു. ഞാൻ വരും, എൻ്റെ തറവാട്ടം വെളുത്തിൽ എനിക്ക് തൊഴണമെന്ന് തോന്നിയാൽ ഞാൻ വന്ന് തൊഴുതിരിക്കും. അതിലിപ്പം ഞങ്ങൾ കൊണ്ടുപോയില്ലല്ലോ എന്ന് സുധീഷേടാ പൊട്ടാ. തിരുവനന്തപുരത്ത് നിന്ന് മാടായിപ്പാറയിലേക്ക് എത്ര KSRTC ഉണ്ടെന്ന് നിനക്കറിയാവോ? ഭാസ്കരേട്ടനെ ഭീഷണിപ്പെടുത്തല്ലേ നീ കേട്ടോ. എന്നിട്ട് ഇത്ര കാലമായിട്ട് പോയി തൊഴാൻ തോന്നിയില്ലല്ലോ. തറവാട്ട് ഭഗവതി സ്വപ്നത്തിൽ വന്നില്ലല്ലോ, അതാണ് കാരണം. എങ്ങനെയെങ്കിലും പോകും. ഇനി ഞങ്ങൾ എന്നാ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ വീട് സുധീഷേ അച്ഛന് വരട്ടെ എന്ന് പറഞ്ഞ നിധി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ എന്തായാലും അമ്പലവും കിട്ടി, വഴിയും കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ എന്തായാലും ഈശ്വരനൊരു വഴി കാണിച്ചു തന്നല്ലോ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയുമ്പോൾ അതെ അപ്പോൾ ആ ഈശ്വരനെ അങ്ങ് വെറുതെ വിട്ടേക്കാം. 1 മാസമായിരുന്നു കാലാവധി. ഇതിപ്പോൾ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിലും 1 മാസം കഴിയുമ്പോൾ പോലീസുകാർ അതിനെ തിരിച്ച് തന്നേനേന്ന് പറഞ്ഞു. അതായത് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും സുധീഷിന് ലൈസൻസ് തിരിച്ചു കിട്ടി, ദൈവത്തിനോട് നന്ദി പറ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് പറയുമ്പോഴാണ് സുധീഷ് ഇതൊക്കെ പറയണേ. അപ്പോഴത്തേക്കും ചാന്ദിനി അങ്ങോട്ടേക്ക് വന്നു. ആ ചാന്ദിനി വന്നല്ലോ ആവോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ്. അല്ല അതെ, നാളെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ചാന്ദിനി ഇവിടെ തനിച്ചാവില്ലേ എന്ന് സുധീഷ് ചോദിച്ചു. അപ്പോൾ ചാന്ദിനിയും കൊണ്ടുപോകണം എന്താണെന്ന് നിധി. അപ്പോൾ അഥവാ ഇനി ചാന്ദിനി അന്വേഷിച്ച് വരുന്നവർ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ 2-3 ദിവസത്തേക്ക് വീട് അടഞ്ഞ് കാണുമല്ലോ, അത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് തന്നെ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞു നിൽക്കുക. അതൊരു നല്ല ഐഡിയ, അത് മതിയെന്ന് നമ്മുടെ സുഭാഷ്. പിന്നെ 1-2 ദിവസത്തേക്ക് ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോവുകയാണെന്ന് പറയും. ചാന്ദിനി ഇങ്ങനെ സുഭാഷ് നോക്കി നിൽക്കുക. ചാന്ദിനി കൂടെ പോകുന്നുള്ളൂ, ഓക്കെ ഹേ. അപ്പോൾ ടീക്കേ എന്ന് ചാന്ദിനി. ടീക്കേ മനസ്സിലായല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. എന്ന് പറഞ്ഞോണ്ട് അവൻ സുഭാഷിൻ്റെ നേരെ കണ്ണും കാലൊക്കെ കാണിക്കുക നമ്മുടെ സുധീഷ്. പോടാ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് നേരെ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുക നമ്മുടെ നികേഷ് അവിടെ ഇരിക്കുമ്പോൾ സുധീഷ് രാത്രി അതിലേക്ക് ഏറ്റുമായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ നികേഷ് ഫോണിൽ എന്നാ പണിയിൽ നിന്ന് സുധീഷ് വന്ന് പിടിച്ചു. അപ്പോൾ അത് ശരി ചാറ്റിങ്. അപ്പോഴത്തേക്ക് നികേഷ് ഇങ്ങനെയൊന്നും പറഞ്ഞ് മേടിച്ചു. എടാ കുട്ടിയുടെ DP എങ്കിലും ഞാൻ നോക്കട്ടെടാ. വേണം ഞാൻ കാണിച്ചു തരില്ല. എടാ പൊന്നടാവെന്ന് കാണിച്ചാടാ. ഞാൻ കാണിച്ചു തരത്തില്ല എന്നും പറഞ്ഞു അതിന് നികേഷ്. അതെന്താടാ ഫോട്ടോ ഞാനൊന്ന് കണ്ടാലോ? എനിക്ക് സുധീഷേട്ടൻ്റെ വിശ്വാസമില്ലാത്രേ ഉള്ളൂ. ഈ എന്നെയോ നീ എന്ത് വളർത്താനാടോ ഈ പറയുന്നത്? നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാമല്ലോ, അത് തന്നെ കാരണം. എടാ നികേഷേ, എൻ്റെ മനസ്സിൽ എന്നും നിധി മാത്രമേ ഉള്ളൂ എന്ന് നിനക്ക് അറിഞ്ഞൂടെ? അപ്പം സ്വാമിയേ എന്നും പറഞ്ഞുകൊണ്ട് നികേഷ്. അതാണ് നിനക്കൊരു സംശയം. ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പഴയ സ്വഭാവം എനിക്കറിയാമല്ലോ. എടാ കുട്ട അതൊന്നും ഇപ്പം ഇല്ലടോ, നീ ഒന്ന് മനസ്സിലാക്കണോ എന്നൊക്കെ പറഞ്ഞിങ്ങ് നിൽക്കുന്നു. എന്നാലും വേണ്ട ഏട്ടാ. ഹരീഷാണെങ്കിൽ നീ കാണിച്ചു കൊടുക്കുമല്ലോ. ഹരീഷേട്ടനെ ഞാൻ കാണിച്ചു കൊടുക്കും, കാരണം ഹരീഷേട്ടനെ എനിക്ക് വിശ്വാസമാണ്. എങ്ങനെ നിനക്ക് അവളെ പരിചയം എന്ന് പറയാൻ പറഞ്ഞു ബസ് സ്റ്റോപ്പിൽ വെച്ച്. പിന്നെ കഥകളൊക്കെ നമ്മുടെ നികേഷ് പറഞ്ഞു. ഒരുമാതിരി ജെൻസി വർത്താനം എൻ്റെ അടുത്തെടുക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്ത് ജെൻസി വർത്തമാനം ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. സംഗതിയൊക്കെ ഞാൻ പ്രശ്നക്കാരനാണ്, പക്ഷെ മോനെ കളത്തിലിറങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് മതി. ഏത് പെണ്ണ് എനിക്ക് നമ്പർ തരും, അതാണ് ഈ സുധീഷ്. വെറുതെ എൻ്റെ അടുത്ത് കാട്ടിങ് എടുക്കരുതേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം ഇതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എണ്ണത്തിൽ അഭിമാനിക്കുന്നു, ഞങ്ങൾ ക്വാളിറ്റിയിൽ അഭിമാനിക്കുന്നു. നീ എന്നെ അങ്ങനെ ഒരു ശലഭമാക്കി എന്നെ കളയൊന്നും വേണ്ട. എടാ പക്ഷെ എനിക്ക് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലടാ, ഉള്ളി നിധി. പക്ഷേ മറ്റു പെണ്ണുങ്ങളുടെ അടുത്ത് ഈസി ആയിട്ട് പോകുന്ന ഒരു നമ്പറും നിധിയുടെ അടുത്ത് ചിലവാകുന്നില്ലെന്നേ. അവളെ എങ്ങനെ ട്യൂണാക്കി എടുക്കുന്ന ഒരു പിടിയും കിട്ടാൻ ഞാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വന്നു. എന്താ എന്നും ചോദിച്ച്. അപ്പം നിനക്കെന്താ പെണ്ണിൻ്റെ ശബ്ദം? അപ്പോൾ തൊട്ട് പുറകിൽ നിധി വന്ന് നിൽക്കുന്നു. എന്താ പറഞ്ഞേ? അയ്യോ എന്താ ഒന്നും പറഞ്ഞില്ല. അല്ല എന്താ ട്യൂണാക്കുന്ന കാര്യം പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പം ട്യൂണോ? ഇവനെ ഒരു പെൺകുട്ടിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് വായി നോക്കി ട്യൂൺ ചെയ്യുന്ന കാര്യം പറഞ്ഞതാ. അപ്പോഴത്തേക്ക് ഹലോ അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഞാനല്ല, ആ പെൺകുട്ടിയാണ് എന്നെ നോക്കുന്നത് എന്ന് നമ്മുടെ നികേഷ്. അവളോ? അതെ, അത് അടുത്തേക്ക് അറിയാവുന്നതാണല്ലോ. ശരിക്കും? ആദ്യ കുട്ടിയായിരുന്നു, ഇപ്പം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി പറയാം. ഇന്ന് ഞാൻ കൂടെ ഇല്ലായിരുന്നു. എന്താടാ ഇന്നവളെ നീ കണ്ടോ? ഇന്നവളെന്നോട് സംസാരിക്കാൻ വന്നേ. ആണോ? എന്നിട്ടോ? അവൾ എന്നെ നോക്കി ചിരിച്ചു, ഞാനും തിരിച്ച് ചിരിച്ചു. സംസാരിക്കാൻ അവളെ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയതും ഒരു നശിച്ച ബൈക്ക് അവളുടെ ചെറിയച്ചപ്പം അവളെ കൂട്ടിക്കൊണ്ട് പോയി. എടാ അവൾ ഇങ്ങോട്ട് വന്ന് മിണ്ടാൻ വരുമ്പോൾ നമ്മൾ കാത്തു നിൽക്കരുത്, അതിനു മുന്നേ നമ്മൾ അങ്ങോട്ട് കയറി മിണ്ടണം. ചില ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളാൻ പറഞ്ഞു സുധീഷ്. ഹലോ ദയവേത് നിങ്ങളുടെ സഹായം വേണ്ട, അവൻ്റെ കാര്യം അവന് വിട്ടേക്കാൻ പറഞ്ഞു. അവർ ഫ്രണ്ട്സായിട്ട് അവരുടെ വഴിക്ക് പോട്ടെ എന്ന് നിധി പറഞ്ഞു കൊടുക്കുമ്പോൾ ഫ്രണ്ട്സാ? ആദ്യം ഫ്രണ്ട്സ് ആവട്ടെ എന്നിട്ടല്ലേ ബാക്കിയെന്ന് നമ്മുടെ നിധി. അങ്ങനെ ആയിക്കോട്ടെ അനിയനും ഏട്ടത്തെയും കൂടെ അങ്ങ് തീരുമാനിക്കുകയാണല്ലോ, നമുക്ക് ഇതിൽ റോളില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സുധീഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നിധി ഒരു ചിരിച്ച് അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നമ്മുടെ നീതുവിനെ ഹരീഷ് ഫോണിൽ വിളിക്കുക. ഫോണിൽ വിളിച്ചിട്ട്
അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാനും കൂടെ വരട്ടെ എന്ന് നീതു ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ ചാന്ദിനിയുടെ കാര്യം പറയുന്നു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നാളെ പോകുമ്പോൾ നീതുവിനെ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞ് നീതു ഹരീഷിനോടൊക്കെ പറയാം. അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ടൂറ് പോകാമെന്ന് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലെല്ലാം സംസാരിച്ച് ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.